ലുലു ഗ്രൂപ്പിന്റെ ഖത്തറിലെ 23ാമത്തെ ഹൈപ്പർ മാർക്കറ്റ് അബു ഹമൂർ ദോഹ മാളിൽ പ്രവർത്തനം തുടങ്ങിയിരിക്കുകയാണ്. ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലിയുടെ സാന്നിധ്യത്തിൽ പ്രമുഖ ഖത്തർ വ്യവസായിയായ അബ്ദുൽ അസീസ് മുഹമ്മദ് അൽ റബ്ബാൻ ഉദ്ഘാടനം നിർവഹിച്ചു. 1,00,000 ചതുരശ്രയടി വിസ്തീർണമുള്ള വിശാലമായ ഷോപ്പിംഗ് സൗകര്യമാണ് ലുലു ഒരുക്കിയിരിക്കുന്നത്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഖത്തറിലെ ഉപഭോക്താക്കൾക്കായി ലുലു ഒരുക്കുന്ന ലോയൽറ്റി പദ്ധതിക്കും തുടക്കം കുറിച്ചു. അതുകൂടാതെ ഞങ്ങൾ ഖത്തർ ലോയൽറ്റി പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വളരെ വലിയൊരു ഇന്നോവേറ്റീവ് ലോയൽറ്റി റിവാർഡ് പ്രോഗ്രാം. ത്രൂ ദിസ് കസ്റ്റമേഴ്സ് വിൽ ഗെറ്റ് അഡീഷണൽ ഡിസ്കൗണ്ട്, സ്പെഷ്യൽ ഓഫേഴ്സ്. പിന്നെ റമദാനാണ് വരുന്നത്, അതിന് ഞങ്ങൾ പ്രമോഷനും കിറ്റ്സും കിറ്റും അങ്ങനെ പലതും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഖത്തറിൽ പുതിയ 2 ഹൈപ്പർ മാർക്കറ്റുകൾ കൂടി ഉടൻ തുറക്കും. ഞങ്ങൾ ആദ്യമായിട്ട് എയർപോർട്ട് റോഡിൽ ഡീറിംഗ് റോഡിൽ ഹൈപ്പർ മാർക്കറ്റ് തുടങ്ങിയപ്പോൾ പലരും ഞങ്ങളോട് പറഞ്ഞ എന്താ നിങ്ങൾ ഹൈപ്പർ മാർക്കറ്റ് വളരെ വലുതാണ്, ഖത്തർ ചെറുത്. ഞാൻ പറഞ്ഞ അടുത്ത് തന്നെ നിങ്ങൾ മാറ്റി പറയും, ഖത്തർ വളരെ വലുതും ഞങ്ങൾ ഹൈപ്പർ മാർക്കറ്റ് ചെറുതുമാണ്. അപ്പം നിങ്ങൾ നോക്ക്, അതാണ് സ്ഥിതി. അന്ന് ഞങ്ങൾ 2 ഔട്ട്ലെറ്റ്, രണ്ടാമത്തെയാണ് ഹൈപ്പർ മാർക്കറ്റ്, അത് അഹമ്മദ് ഹോസ്പിറ്റലിൻ്റെ മുന്നിലുള്ളത്. ഇപ്പോൾ 23ആയി. യൂറോപ്പിനേക്കാൾ വേഗത്തിലാണ് GCC രാജ്യങ്ങൾ വളരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. GCC യൂറോപ്പ് എന്നല്ല, GCC യൂറോപ്പിനേക്കാളും ഉയർച്ച. കാരണം സ്ട്രോങ് എക്കണമി സ്ട്രോങ് ആണ് ഈ രാജ്യങ്ങളിൽ. അതുകൂടാതെ ലീഡർഷിപ്പ്, വിഷണറി ലീഡർഷിപ്പാണ് എല്ലാ GCC രാജ്യങ്ങളിലെ ഭരണാധികാരികൾ. കിട്ടുന്ന വരുമാനം ആ രാജ്യത്തിൻ്റെ ഉയർച്ചയിൽ. ഇപ്പോൾ ഇവിടെ ബ്രിഡ്ജസ്, ഇൻഫ്രാസ്ട്രക്ചർ നോക്കൂ നിങ്ങൾ, ഖത്തറിൽ തന്നെ ആ ഇൻഫ്രാസ്ട്രക്ചറിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. അതാണ് വിഷണറി ലീഡർഷിപ്പ്. ഷെയ്ഖ് അബ്ദുള്ള ബിൻ ഹസൻ അൽ താനി, ഖത്തറിലെ ഇന്ത്യൻ അംബാസഡർ വിപുൽ, പോളണ്ട്, റഷ്യ, ഇക്വഡോർ തുടങ്ങിയ രാജ്യങ്ങളിലെ അംബാസഡർമാർ, കൊമേഴ്ഷ്യൽ ബാങ്ക് ഓഫ് ഖത്തർ CEO ജോസഫ് എബ്രഹാം, ലുലു ഗ്രൂപ്പ് ഇന്റർനാഷണൽ എക്സിക്യൂട്ടീവ് ഡയറക്ടർ അഷ്റഫ് അലി MA, ലുലു ഗ്രൂപ്പ് ഡയറക്ടർ മുഹമ്മദ് അൽതാഫ്, ലുലു ഖത്തർ റീജിയണൽ ഡയറക്ടർ MO ഷൈജൻ എന്നിവരും സംബന്ധിച്ചു. മീഡിയ 1 ദോഹ.